നമ്മളൊക്കെ 3 റക്അത്തെങ്കിലും ഇത്ര കൊണ്ടടക്കാറുണ്ടോ എന്ന് വെറുതെ ആലോചിച്ചൊക്കെ. ഡെയിലി 300 റക്അത്ത് നിസ്കരിച്ച ഒരു മഹാന്റെ കരണ്ട് കൊണ്ടുള്ള റിക്വസ്റ്റ് ഉണ്ട് അള്ളാനോട്. നിസ്കരിച്ചിട്ട് പൂതി മാറിയിട്ടില്ല റബ്ബേ, കബർന്ന് നിസ്കരിക്കാൻ നീ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. വല്ല പ്രോട്ടോകോൾ എതിരുണ്ടൊക്കെ വേണ്ട, അഥവാ കൊടുക്കലിന് വല്ല പ്രശ്നമില്ല, അത് എനിക്കൊന്ന് തരണേ കബർ നിസ്കരിക്കാൻ. എൻ്റെ വാപ്പച്ചി എപ്പോഴും ദ്വാരക്ക് നിൽക്കാറുണ്ട്. എന്നെങ്കിലും നമുക്ക് സുന്നത്തസ്കാരത്തിനൊക്കെ ഒരു മടി വരുന്നുണ്ടെങ്കിൽ ഈ ചരിത്രം നമ്മളെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. മോനെ, നീ ഉഹർവിയായ കാര്യത്തിൽ എപ്പോഴും മുകളിലേക്ക് നോക്കണം. അതല്ലേ ഹദ്ദാദ് ഇമാം പറഞ്ഞത്, നിന്നെക്കുറിച്ച് നാട്ടുകാർ എന്താണോ വിചാരിക്കണത് അതിൻ്റെ ഡബിൾ നീ ആവണം. ഇനി ഡബിളൊന്നും ആയിട്ടില്ലെങ്കിലും മിനിമെങ്കിലും ആവണം, മിനിമെങ്കിലും. ഇതാ ഈ കാണുന്ന അബൂ ഹനീഫ എന്ന് പറയുന്ന ആള് രാത്രി മൊത്തം നിസ്കരിക്കുന്ന ആളാണ് എന്ന് അബൂ ഹനീഫ എന്നാൻ കേൾക്കത്തക്ക വിധത്തിൽ ഒരാൾ പറഞ്ഞപ്പോൾ അബൂ ഹനീഫ നിങ്ങൾ കരയാൻ തുടങ്ങി. അല്ലാ, നാട്ടാറല്ല എന്താ പറയുന്നൊക്കെ. ഞാൻ രാത്രി മൊത്തം നിസ്കരിക്കലില്ല. ഇല്ലാലോ, കുറച്ചുറങ്ങലില്ലേ, പിന്നെ രാത്രി ഉറങ്ങണില്ല. 40 കൊല്ലം ഇശാഇന്റെ വുളു കൊണ്ട് സുബഹിസ്കരിച്ചാണ്. നാട്ടുകാർ പറയുന്നെങ്കിലും ആവണ്ടേ എന്ന്. നമ്മളെക്കുറിച്ചൊക്കെ നമ്മളെ മക്കൾക്കും നാട്ടുകാർക്കൊക്കെ തോന്നുന്ന ഒരു വസ്തുത ഉണ്ടാവും, നല്ല ആളാണ്, നല്ല മനുഷ്യനാണ്. മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ സ്വർഗത്തിലെത്തും എന്നൊക്കെ വിചാരിച്ച് ഭക്ഷണം തന്ന ആൾക്കാർ സിറാത്ത് വാലത്തിന്റെ മുകളിലൂടെ പോകുമ്പോൾ താഴെ നമ്മളെ കാണേണ്ട അവസ്ഥ വരുത്താൻ പാടില്ല. നമുക്ക് സുന്നത്തസ്കാരം ഉണ്ടാവും.